അമ്മു, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് TV ഓൺ ചെയ്തിട്ട് വേറെ റൂമിൽ പോകരുത് കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, കോവിഡാണ്, മാറിയിരുന്നു. അമ്മ, ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരാം കേട്ടോ. പിന്നെ ശ്വാസമുട്ടൽ തോന്നുവാണെങ്കിൽ ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. ശരി, ഓക്കെ, പോയിട്ട് വരാം. ശരി. പറയൂ ദിവ്യ, അന്ന് കോവിഡിൻ്റെ കാലമായിരുന്നല്ലോ, ആളുകളൊക്കെ വല്ലാതെ ഭയപ്പെട്ടിരുന്നൊരു കാലം. അന്ന് ഡ്യൂട്ടിക്ക് പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഞാനന്ന് എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. എമർജൻസിയിൽ പെട്ടെന്നൊരു പേഷ്യൻ്റ് ഞങ്ങൾക്ക് വന്നു. മിസ്റ്റർ അനിൽ, എമറാൾഡ് ജ്വല്ലറിയുടെ ഓണർ. ആൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ആൾ ക്രാഷായി, കാർഡിയാക് അറസ്റ്റിലേക്ക് പോയി. ആ സമയത്ത് അമ്മയ്ക്ക് ബ്രീതിങ് ഡിഫിക്കൽട്ടി ഉണ്ടായിട്ട് കണ്ടിന്യൂസ് വിളിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫോണാണ് ബാഗിലും ആയിപ്പോയി. അമ്മയുടെ റൂമിലുണ്ടായ ഓട്ടോ മെഷീൻ വർക്കും ചെയ്യുന്നുണ്ടായില്ല. Analyzing rhythm. Stand clear. No shock advised. കോവിഡ് ടൈം ആയതുകൊണ്ട് ആ സമയത്ത് നാട്ടിൽ ഓക്സിജനും ആംബുലൻസൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. അപ്പോഴമ്മ ഭിത്തിയിലുണ്ടായ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ നഴ്സിംഗ് അസോസിയേഷൻ്റെ സ്റ്റിക്കർ കണ്ടത്. ആ നമ്പറിലേക്ക് അമ്മ വിളിച്ചു. ഹലോ, അസോസിയേഷൻ്റെ ഞങ്ങളുടെ പ്രസിഡൻ്റായ ഹാഷിമായിരുന്നു ഫോൺ എടുത്തിരുന്നത്. ശ്വാസമുട്ടലാണെന്നും ഓക്സിജൻ സിലിണ്ടർ അത്യാവശ്യമായിട്ട് എത്തിച്ചു തരുമെന്ന് ചോദിച്ചപ്പോൾ ഹാഷിം പറഞ്ഞു ഹോസ്പിറ്റൽ ആംബുലൻസ് അയച്ചു തരാമെന്ന്. പക്ഷേ ആംബുലൻസ് വേണ്ട, കോവിഡ് ആയോണ്ടേ പുറത്തോട്ടൊന്നും ഇറങ്ങണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. Analyzing rhythm. Stand clear. Shock advised. Push shock button. Shock delivered. Continue CPR. Doctor, here's pulse. കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമാവുന്നു. സാധാരണ എല്ലാ നഴ്സുമാരും പോലെ ദിവ്യ ഇപ്പം കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ ഇവിടെ സെറ്റിലായിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാട്ടിലേക്കാൾ കൂടുതൽ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായിട്ടുള്ള വെള്ളപ്പൊക്കം തന്നെ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നഴ്സസിൻ്റെ കൂട്ടായ്മ എന്തൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? ഞങ്ങളെ സഹായിക്കാനായി ഒത്തിരി പേരുണ്ട്. ഹാഷിം വന്നല്ലോ. നേരിട്ട് തന്നെ ചോദിക്കാൻ പറ്റുമല്ലോ. ഈ ഒരു സമയത്ത് ഒത്തിരി ആളുകളാണ് സഹായം ചോദിച്ചുകൊണ്ടും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഉള്ള മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നത്. EMNF എന്താണ് ഇന്ന് അവർക്ക് സഹായിക്കുന്നത്? എങ്ങനെ ലോകത്ത് തന്നെ ഭീഷണിയായ പകർച്ചവ്യാധികൾ പുറപ്പെട്ടപ്പോൾ അതിനെയൊക്കെ നെഞ്ചുവിരിച്ച് പോരാടിയ പോരാളികളാണ് നമ്മൾ നേഴ്സുമാർ. ഈ ഇന്നത്തെ ഈ ഒരു മഴവെള്ളപ്പൊക്കത്തിൽ നമ്മളെ കൂട്ടത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് നേഴ്സുമാരും നമ്മളറിയുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സഹായം ഞങ്ങളിന്ന് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സഹായം ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ജ്വല്ലറിയുടെ ഉടമ കൂടിയായ മിസ്റ്റർ അനിലാണ്. നമ്മുടെ പേഷ്യൻ്റ്? അതെ അതെ. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോടൊപ്പം നഴ്സസ് ഉണ്ട്. ഇന്നത്തെ ഈ നഴ്സസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഈ പ്രവൃത്തികളെല്ലാം തന്നെ അതേ സ്പിരിറ്റോട് കൂടിയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും ചേർന്നൊരു ഹായ് പറഞ്ഞേ. ഹാപ്പി നഴ്സസ് ഡേ. എ ഹാൻഡ് ടു ഹോൾഡ്.
നിയമങ്ങൾക്കനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ രക്തദാന ക്യാമ്പുകളും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. ലോകത്തുള്ള എല്ലാ നഴ്സുമാർക്കും ഇത് അഭിമാനകരമായ ഒരു നിമിഷമാവട്ടെ.